എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോത്തോസ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. സമൃദ്ധിയുടെ ഉത്സവമായ വിഷു പ്രകൃതി സംബന്ധമായ ഒരു ഉത്സവാഘോഷമാണ്. മനുഷ്യജീവൻ്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും കേന്ദ്രബിന്ദുവായ സൂര്യൻ്റെ മഹത്വമാണ് പ്രഥമമായിട്ട് വിഷു വിളംബരം ചെയ്യുന്നത്. മേടമാസത്തിലെ വിഷുദിനത്തിൽ സൂര്യകിരണങ്ങൾ ഏറ്റവും സമൃദ്ധമായാണ് ഭൂമിയിൽ പതിക്കുന്നത്. പ്രകൃതിയിലും മനുഷ്യ ശരീരത്തിലും മനോബുദ്ധി മണ്ഡലങ്ങളിലും ക്രിയാത്മകമായ സ്വാധീനമാണ് ഇതുണ്ടാക്കുന്നത്. മനസ്സ് നേരായ രീതിയിൽ ചലിക്കാനുള്ള ശക്തി നൽകുന്നു. മനസ്സാണ് സുഹൃത വികൃതങ്ങൾക്ക് പ്രേരകമാകുന്നത്. മനസ്സിൻ്റെ കൃപ ലഭിച്ചാൽ എല്ലാം നന്നാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ഇങ്ങനെയുള്ള ഒരു സംക്രമണ ദിവസം നിൽക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ഓരോ ജാതർക്കും ഉണ്ടാകുന്ന ഒരു വിഷുഫലം പറയുന്ന രീതി ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ വിഷുഫലം ആ ഒരു വർഷത്തെ ഫലമായിട്ട് തന്നെ കണക്കാക്കുകയും ചെയ്യാം. എന്നിരുന്നാലും മറ്റ് നക്ഷത്രങ്ങളുടെ സ്ഥിതി കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ ഈ ഒരു ഫലത്തെ വിലയിരുത്തുവാൻ. അത് മേടം മുതൽ കന്നിക്കൂറ് വരെയുള്ള ഒരു വിഷുഫലത്തെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി തുലാം മുതൽ മീനം വരെയുള്ള കൂറുകാരുടെ ഫലമാണ് പറയേണ്ടത്. 1200 ആണ്ട് മേടമാസം 1 2025 ഏപ്രിൽ 14 ആണ് ഇങ്ങനെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളെ വിവിധ രീതിയിൽ തരംതിരിച്ച്, അതായത് ചിത്ര 3, 4 പാദം, ചോതി, വിശാഖം 1, 2, 3 പാദം നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് അവർ ആദിശൂലത്തിൽ ജനിച്ചവരാണ്. അതായത് സംക്രമ നക്ഷത്രത്തിന് ഇരുപുറവും ജനിച്ചതിനാൽ ഇവർക്ക് പലവിധ ക്ലേശ ദുരിതങ്ങളും അരിഷ്ടതകളും ധനദ്രവ്യങ്ങൾക്കൊക്കെ ഒരു ക്ഷയാവസ്ഥയുമൊക്കെയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് അവർക്ക് വ്യാഴവും ഇപ്പോൾ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയിൽ നിന്നതുകൊണ്ടാവണം ഇങ്ങനെയും ഒരു ദോഷം വരുന്നത്. ഇനിയിപ്പോൾ അവർക്ക് മെയ് 17 ശേഷം വ്യാഴം അനുകൂലമായി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ മെയ് 17 വരെ അനുഭവിക്കാൻ മതിയാകും. അതിനുശേഷം ഇവർക്ക് വ്യാഴം വളരെ ബലവാനായിട്ട് വരുന്നു. എന്നാലും ഈ സംക്രമ ദോഷം കൊണ്ടുള്ളൊരു ദോഷം തീർക്കുവാനായിട്ട് ഇവർ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ദോഷപരിഹാരങ്ങൾ ചെയ്താൽ അവർക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് വരുന്നത്. വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷകളിൽ ഉന്നത വിജയവും തൊഴിൽപരമായ നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഭൂമി, കെട്ടിടം, വാഹനം ഇവ വിൽക്കാനും വാങ്ങാനും ഭവന നിർമ്മാണത്തിനുമൊക്കെ അനുയോജ്യമായൊരു കാലം തന്നെയാണ്. അതുപോലെ രോഗശമനമോ രോഗമുക്തിയോ ഒക്കെ വന്നു ചേരും. കാരണം വളരെ കാലമായിട്ട് ചികിത്സയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരാശ്വാസമായൊരു സമയമാണ് ഈ വ്യാഴം അനുകൂലമാകുന്നത്. കേസ് വഴക്കുകളിൽ നിന്നൊക്കെ ഒരു മോചനം ഇവർക്കുണ്ടാവാനുള്ളൊരു സാധ്യത കാണാം. വിദേശത്ത് തൊഴിൽ ലഭിക്കാനും ഇങ്ങനെ ഉപരിപഠനത്തിനും പോകാനുമൊക്കെ ഇങ്ങനെ ഈ വ്യാഴം അനുകൂലമായൊരു സമയം പ്രയോജനപ്പെടുത്തണം. ശനിയും ഇവർക്ക് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ചൊരു വിഷമത്തിൽ നിൽക്കുന്നത് രാഹുവാണ്. രാഹുവിൻ്റെ ദോഷം തീർക്കുവാനായിട്ട് നാഗർക്ക് നോക്കുമ്പാലും ഐല്യപൂജയും സർപ്പബലിയും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4 പാദം, ആനിഴം, തൃക്കേട്ട നക്ഷത്രജാതരുടെ ഫലമാണ് പറയേണ്ടത്. ഇവർക്കും ഗുണദോഷ സമ്മിശ്ര ഫലമാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തെന്നാൽ ഇവർ ഈ ഒരു വിഷുഫലം വളരെ നന്നായി തന്നെയാണ് പറയുന്നത്. അവരവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാരാധനകളാൽ സാധിക്കുകയും സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യുകയും ആരോഗ്യവും സർവാർത്ഥ ലാഭവുമാണ് ഇവർക്ക് വിഷുഫലം പറയേണ്ടത്. എന്നാൽ നമുക്ക് മറ്റൊരു കാര്യം അറിയേണ്ടത്, മെയ് 17 ശേഷമുള്ളൊരു വ്യാഴമാറ്റം ഇവർക്ക് അത്ര തന്നെ അനുകൂലമായിരിക്കുകയില്ല. ഇവർക്ക് അഷ്ടമത്തിലേക്ക് വ്യാഴം മറയുന്നു. അപ്പോൾ ഇവർ നിർബന്ധമായിട്ടും ഈ ഒരു വിഷുഫലത്തിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുവാനായിട്ട് ഇവർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ആ വ്യാഴനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇവർക്ക് ആ ഒരു വിഷുഫലത്തിൻ്റെ ആനുകൂല്യം വളരെ സമൃദ്ധമായിട്ട് കിട്ടുകയുള്ളൂ. അവർക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും ചെയ്യണം. അവർക്ക് രാഹുവിനെയും പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1 പാദം നക്ഷത്ര ജാതർക്കാണ്. ഇവരുടെ ഒരു വിഷുഫലം അനുകൂലം തന്നെയാണ്. അവരവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരാരാധനകളാൽ സാധിക്കുകയും സൗഖ്യവും സമാധാനവും ഒക്കെ കിട്ടേണ്ട ഒരു സമയമാണ്. ആരോഗ്യവും സർവാർത്ഥ ലാഭവും തന്നെയാണ് വിഷുഫലം പറയുന്നത്.
ഇവർക്ക് വ്യാഴവും അനുകൂലമാണ് എന്നത് വളരെ വളരെ ഗുണകരമാണ്. ഇവർക്കും പൊതുവിൽ ഗുണപ്രദമാണെന്ന് തന്നെ വേണം പറയുവാൻ. എന്നാൽ ഇവർ കണ്ടക ശനിയുടെ ദോഷം പരിഗണിക്കേണ്ടതുണ്ട്. ഇവർക്ക് 4-ലാണ് ശനി. അതുകൊണ്ട് തന്നെ ഗൃഹസംബന്ധമായ ദുരിതങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഉള്ളതിനാൽ ഇവർ ശനീശ്വര പ്രീതി വരുത്തണം, ശാസ്താവിനെ പ്രീതിപ്പെടുത്തണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താപ്രീതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തി അഗതികൾക്ക് അന്നദാനം, വസ്ത്രദാനം ഇവയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ശനിദോഷത്തെ കുറയ്ക്കുകയും ഇവർക്ക് വരുന്ന ആ ബാക്കിയുള്ള ഗുണഫലങ്ങൾ അനുഭവവേദ്യമാകുകയും ചെയ്യും. ഇവരുടെ ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് മെയ് 17 ശേഷമാണ് ഇങ്ങനെ വ്യാഴം അനുകൂലമെന്ന് പറയേണ്ടത്. അതുവരെ വ്യാഴം മറഞ്ഞ ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ അതുവരെ ഇവർക്ക് അപ്പോൾ ആ ഒരു വിഷുഫലം അനുകൂലമായി വന്നത് അതുവരെയുള്ള ദോഷങ്ങൾക്കൊരു പരിഹാരമാണെങ്കിലും അവർ ഈ മെയ് 17 വരെയുള്ളൊരു കാലം ശ്രീകൃഷ്ണ പ്രീതി വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇവർക്ക് വളരെ ഗുണഫലമാണ്, ഭാഗ്യം വരുന്ന ഒരു സമയം തന്നെയാണ്. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം നക്ഷത്രജാതരും തിരുവോണം, അവിട്ടം 1, 2 പാദം നക്ഷത്രജാതരുടെ ഫലമാണ് പറയേണ്ടത്. ഇതിൽ ഉത്രാടം, തിരുവോണം നക്ഷത്രജാതർക്ക് ഇവർക്ക് വിഷുഫലം അനുകൂലമാണ്. പ്രതാപവും ഐശ്വര്യവും വിശേഷ സ്ഥാനമാനങ്ങളും സൗഭാഗ്യവും സൽകീർത്തിയും വ്യാഴവും ദാമ്പത്യമൊക്കെ അനുകൂലമായി വന്നിരിക്കുന്നു ഫലം പറയേണ്ടത്. ഇവരുടെ ഫലവും ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് പറയേണ്ടത്. അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ അനുഭവിച്ചിരുന്ന ചില ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തന്നെ പറയണം. അതായത് റവന്യൂ വിഭാഗവുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു തർക്കങ്ങളും ഭൂമി സംബന്ധിച്ചുണ്ടായൊരു തർക്കങ്ങളും ഷെയറുകൾ ഒക്കെ ഭാഗം വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിൽ അനുകൂലമായൊരു ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഇവർക്ക് വ്യാഴം മറയുന്നു മെയ് 17 ശേഷം. അതത്ര ഗുണകരമല്ല. അസുഖങ്ങൾക്കൊക്കെ ഒരു സാധ്യത പ്രതീക്ഷിക്കാം. മൂത്രാശയ രോഗങ്ങൾക്കും ഒക്കെ ഒരു സാധ്യത കൂടുതൽ തന്നെയാണ്. ആശുപത്രിവാസമൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കണം. എന്നാലും ഇവരുടെ ആ ഒരു സംക്രമഫലം അനുകൂലമായതിനാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. എന്നിരുന്നാലും ഇവർക്ക് വ്യാഴപ്രീതി വരുത്തേണ്ടതുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം രാഹുവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല. പണം ചിലവാകുന്നതിനുള്ളൊരു സാധ്യതയുള്ളതിനാൽ ഇവർ രാഹു പ്രീതിയും നടത്തേണ്ടതുണ്ട്. എന്നാലും ഇവരുടെ വിഷുഫലം അനുകൂലമാണ് എന്നുള്ളത് ഇതിൻ്റെ വിഷമങ്ങൾക്കൊരു പരിഹാരമാകും. ഇനി അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം നക്ഷത്രജാതരുടെയും ചതയം, പൂരിട്ടാതി 1, 2, 3 പാദം നക്ഷത്രജാതരുടെയും ഫലമാണ് പറയേണ്ടത്. വിഷുഫലം നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബ കലഹവും അരിഷ്ടതകളും വാഹനാപകടവും പണനഷ്ടവും മാനഹാനിയും രോഗപീഠകളും ദാമ്പത്യ സുഖക്കുറവും തൊഴിൽ നഷ്ടവുമൊക്കെയാണ് ഫലം പറയേണ്ടത്. അതിനാൽ തന്നെ ഇവർ വളരെ സൂക്ഷിച്ച് പെരുമാറേണ്ട ഒരു സമയമാണ്. ഇവർക്ക് ചെലവ് അധികരിക്കുന്ന ഒരു വർഷം തന്നെയാണിത്. ഇവർക്ക് 7ാം ശനി നടക്കുന്നു എന്നുള്ളത് അറിയണം. അതായത് ഇവരുടെ ശനി ഇവർക്ക് 2-ലോട്ട് പോയിരിക്കുന്നതിനാൽ ചിലവ് അധികരിക്കും. പിന്നെ വാക്ക് മൂലം പുതിയ ശത്രുക്കളെയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇവർക്ക് വ്യാഴം മെയ് 17 ശേഷം അനുകൂലമാണ് എന്നുള്ളത് ഒരാശ്വാസമാണ്. ഇവർക്ക് വ്യാഴം അനുകൂലമായതുകൊണ്ട് അവർ വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ അരിഷ്ടതകളിൽ നിന്നൊക്കെ ഒരു മോചനം, ധനപരവും സാമൂഹിക അംഗീകാരവും തൊഴിൽ രംഗങ്ങളിൽ ഉയർച്ചയും തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. അടുത്തതായിട്ട് പറയാനുള്ളത് മീനക്കൂറിൽപ്പെട്ട പൂഴിട്ടാതി അന്ത്യപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലമാണ്. വിഷു സംക്രമ ഫലം അനുകൂലമാണ്. പൂഴിട്ടാതി നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ലെങ്കിൽ പൂഴിട്ടാതി നക്ഷത്രക്കാർ വേണ്ട ഒരു മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകളൊക്കെ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതർക്ക് അവരുടെ ആ ഒരു വിഷുഫലം അനുകൂലമാണ്. അതായത് ഇവർക്ക് പ്രതാപവും ഐശ്വര്യവും വിശേഷ സ്ഥാനമാനങ്ങളും സൗഭാഗ്യവും സൽകീർത്തിയും സമ്പൽ സമൃദ്ധിയും ദാമ്പത്യ ഐക്യതയുമൊക്കെയാണ് ഫലം പറയേണ്ടത്. എന്നാലും ഇവർക്ക് 7ാം ശനിയുടെ ആ ഒരു ദോഷം നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം.
ഇവർക്ക് ജന്മത്തിലാണ് ശനി. ഇപ്പം ഈ ഒരു വിഷുഫലത്തിൻ്റെ ഗുണഫലം കിട്ടുവാനായിട്ട് ഇവർ ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തി ശനീശ്വര സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. എന്നാൽ മാത്രമേ ഇവർക്ക് ആ ഒരു വിഷുഫലത്തിൻ്റെ ആനുകൂല്യം വേണ്ടത്ര അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാവുകയുള്ളൂ. അവരവരുടെ ജാതകത്തിലെ ദശാനാഥനെയും അപഹാരനാഥനെയും മനസ്സിലാക്കി കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകളൊക്കെ നടത്തി ഈ സൽക്കർമ്മങ്ങളും ചെയ്ത് ഈശ്വരചിന്തയോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു വർഷം തന്നെയാണ് ഏവരെയും കാത്തിരിക്കുന്നത് എന്നറിയുക. വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.